ഫൈലം തകുൻ, ഈ ഇല്ലാതെയായാൽ, ഈ എന്നുള്ളൊന്നും ഇല്ലാതെയായി എന്ന് പറഞ്ഞാൽ ഫനായിലെത്തിയാൽ തറാ, അനക്കോനെ കാണാൻ പറ്റും. മനസ്സിലായില്ല? ഇഹ്സാൻ പറയുന്നിടത്ത് പറയാ ജി ഇല്ലാതാകണം. ശൈഖ് പറയില്ലേ ജി എന്നതൊന്നും ഇല്ലാതാകണം, എന്നാൽ തറാ, അനക്ക് ഓനെ കാണാം, അള്ളാഹ് എനിക്ക് കാണാം, കൽബ് കൊണ്ട് കാണാം. അപ്പൊ അങ്ങനെ അർത്ഥം വെച്ചു ചില സൂഫിയാക്കൾ. അങ്ങനെ അർത്ഥം വെച്ചപ്പോ ചില ആളുകൾ പറഞ്ഞു, അങ്ങനെ അർത്ഥം വെച്ച് നോക്കുമ്പോ ഹദീസിന്റെ ലഫ്ള് അതിന് സമ്മതിക്കണില്ല. കാരണം ഷർത്തിന്റെ ജവാബാണത്. ഷർത്തിന്റെ ജവാബിന് ജസ്മ് ചെയ്യണം. അപ്പൊ ഹദീസിൽ എങ്ങനെ പറയണം? ഫഇല്ലം തകുൻ തറഹു എന്ന് പറയണം. തറാഹു എന്ന അലിഫ് അവിടെ ഉണ്ട്. ആ അലിഫ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ജസ്മ് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ആ അർത്ഥം പറ്റില്ല എന്ന് ചിലർ പറഞ്ഞു. പിൽക്കാലത്ത് വന്നവരെന്ത് പറഞ്ഞു? അതൊന്നുകൂടി പഠിക്കാത്തത് കൊണ്ടാണ് തറാഹു എന്ന് വായിച്ചാൽ തന്നെയും ആ അർത്ഥം കിട്ടും. കാരണം ഷർത്തിന്റെ ഇന്നിന്റെ ജവാബായി വരുന്ന സാധനം മാദിയാണെങ്കിൽ, അല്ലെങ്കിൽ മാദിയുടെ മഅനാക്കുള്ളതാണെങ്കിൽ അവിടെ ജസ്മ് തന്നെ ചെയ്യണമെന്നില്ല, റഫ് ചെയ്താലും മതി. അപ്പൊ തറാഹു എന്ന് വായിക്കാം. അങ്ങനൊന്ന് സഹിച്ചാൽ ഞാൻ ഇടയ്ക്ക് അയാൾക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തതാണ്. കാരണം കിതാബായിട്ട് വരുമ്പോഴേ ഇവലിങ്ങനെ 4 നെഹ്വ് വായിച്ച് എന്നിട്ട് അത് ഇയാൾ വ്യാഖ്യാനിക്കാണ്. ഇയാൾ പിന്നെ ഒരു കാര്യമില്ലാതെ ആ സംഭവം പറയാണ്. ആ സംഭവം പറഞ്ഞെടുത്ത് ഇയാള് ഇബ്നു മാലിക് തങ്ങളെ ഉദ്ധരിച്ച് പറയാണ്, ഇബ്നു മാലിക് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവിടെ റഫും ചെയ്യാം ബി കുറുഹിൻ, ബി കുറുഹിൻ, ശരിയില്ല എന്നാലും റഫും ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ബി കുറുഹിൻ ആക്കിയ ഒരു വായന നടത്തുന്നുണ്ട് അയാൾ. നെഹ്വും വൈക്ക് അറിയില്ല എന്ന് ഞാൻ നേരത്തെ പറയില്ലെങ്കിൽ ഇബൻ നെഹ്വും അറിയില്ല, സൊറഫും അറിയില്ല, ഇബൽക്ക് ഒരു ചുക്കും അറിയില്ല, ഇബൽ എന്ത് സമസ്തയാണ് അതാണ്. അപ്പൊ അതൊന്നും അയാൾ പറഞ്ഞോട്ടോ, ജസ്റ്റ് ക്ഷമിച്ചേക്ക് അയാൾ വായിച്ചോട്ടെ. സ്വഹീഹാവണമെങ്കിൽ ജവാബിന് ജസ്മ്, ഇന്ന് ജസ്മ ചെയ്യൽ നിർബന്ധമാണ് എന്ന് വരണം. ജവാബിന് ജസ്മ ചെയ്യൽ നിർബന്ധമാണ്, ഇന്ന് ജസ്മ ചെയ്യൽ നിർബന്ധമാണ് എന്ന് വരണം. ഇവിടെ നിർബന്ധമില്ല എന്നൊരു അഭിപ്രായമുണ്ട്. ആർക്ക്? ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് തന്നെ. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇന്നിന്റെ ശേഷം മംഫിയായ ലമ്മ് വന്നാൽ, നാഫിയായ ലമ്മ്, നഫിയുടെ ലമ്മ് വന്നാൽ ജവാബിന് എന്തായിക്കൊള്ളണമെന്നില്ല, ജസ്മ് ചെയ്യേണ്ടതില്ല. ജസ്മ് ചെയ്യാതിരിക്കൽ അനുവദനീയമാണ്. ബിക്കുറുഹിൻ, കറാഹത്തോടുകൂടെ. കറാഹത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഖ്ഹിലെ കറാഹത്തല്ല അത്. എന്ന് പറഞ്ഞാൽ ഫസാഹത്തിന്റെ മുഹില്ലാണ്. എന്നാൽ അങ്ങനെ ജസ്മ് ചെയ്യാതെ റഫ് ചെയ്തത് കൊണ്ട് എന്തില്ല, കുഴപ്പം ഇല്ല. എന്നിട്ട് ബദറുദ്ദമാമീനി പറഞ്ഞു, അതുകൊണ്ട് തന്നെ എന്താണ് പറഞ്ഞത്? ഇബ്നു മാലിക് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവിടെ ജസ്മന്നെ ചെയ്യണമെന്നില്ല, റഫ് ചെയ്താൽ മതി. ബി കുറുഹിൻ, നല്ലതൊന്നുമല്ല, അത് ഫിഖീന്റെ കറാഹത്തൊന്നുമല്ല. അതേ സമയത്ത് ഫസാഹത്തിന് മുഹില്ലാണ്. മനസ്സിലായില്ല? അതായത് അറബി സാഹിത്യത്തിൽ പ്രശ്നം വരും, എന്നാലും ജായിസാണ്. ഇതാര വാക്ക? ഈ ഹദീസല്ലേ ചർച്ച? ഹദീസല്ലേ ചർച്ച? ഹദീസിനെ കുറിച്ചാണോ ചർച്ച? ആര വാക്ക്? മുഹമ്മദുർ റസൂലുള്ളാഹ്, അഫ്സഹുൽ അറബ്, ഏറ്റവും ഫസാഹത്തിൽ സംസാരിക്കുന്ന ആളാണ് ആര്? മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ഹബീബായ തങ്ങള് ഒരു വാക്ക് പറയുമ്പോൾ അത് ഫസാഹത്തിനെതിരാക്കാൻ പറ്റും. ഇല്ലം തകുൻ തറാ എന്നല്ലേ പറഞ്ഞ്? ഇല്ലം തകുൻ തറാ. അവിടെ തറാഹു എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ അത് ഫസാഹത്തിനെ ബാധിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ അനുവദനീയായിട്ട് കാര്യമല്ലത്. കറാഹത്തൊക്കെ കൂടി ഒരു അറബി പറഞ്ഞ ആളല്ല മുത്തു റസൂൽ. അപ്പൊ ഏടെ പയച്ചു പറയോ? ഇയാള് വായിച്ചല്ലോ കിതാബ് ബി കുറുഹിൻ, അങ്ങനെ ആ കിതാബിലില്ല. പെട്ടതാണ്, സാധുപ്പെട്ടതാണ്. ഈ ഈയാമ്പാറ്റനെ പോലെ നമ്മളെ മുന്നിൽ തന്നെ ഇത് വന്നുപോടും ചെയ്യും. ഇത് അങ്ങനെ ഇല്ലാതെ അൽഫി ഓതിയാ മതി. ഞാനതായി പറഞ്ഞ ഈ അൽഫി ഓതന കാലത്ത് നിങ്ങൾ എവിടെ അണ്ടി പറിക്കാൻ പോരാ. ഇത് കേട്ടോളി നിങ്ങള്. അൽഫി പറയാ അൽഫിന്റെ നേരെ വാക്ക.
മാലിയുടെ ശേഷം റഫ്ഉക്കൽ ജസാ, ജവാബിന് റഫ് ചെയ്യൽ ഹസൻ ഏറ്റവും നല്ലതാണ്. ഈ ഹസൻ എന്നുള്ളതാണ് ഇയാൾ കറാഹത്ത് നാക്കിയത്. എങ്ങനെയുണ്ട്? മാലിയാണിത്. ലമ്മ് കടന്നാൽ മാലിന്റെ വായനയായി. ലം തക്കുന്നല്ലേ? ലമ്മ് കടന്നാൽ ജാസിമായ ലമ്മ് കടന്ന മുദാരിയായ ഫിഅല് മാലിയുടെ മയനാക്കാണ്. അതിന് മീസാൻ ഓതിയാ മതി, അതിന് കൂടുതൽ ഇൽമൊന്നും ആവശ്യമല്ല. അപ്പൊ ഇബ്നു മാലിക് തങ്ങളെ ഹസനാണെന്ന് അൽഫി പറയണ്. ഇയാൾ പറയണ ഇബ്നു മാലിക് തങ്ങൾ ബി കുറുഹി എന്ന് പറഞ്ഞു എന്നാണ്. വെല്ലുവിളിക്കുന്നു ഞാൻ. ഇബ്നു മാലിക് തങ്ങളുടെ കിതാബിൽ ബി കുറുഹിൻ എന്നൊരു ഇബാറത്ത് കാണിക്കാൻ മുഷാവറയെ മൊത്തം വെല്ലുവിളിക്കുക ഞങ്ങൾ. സംഗതി സാധുപെട്ടതാ. കാരണം അയാൾ നോക്കിയ കിതാബ് ഏതാര്യങ്ങള്, അയാൾ നോക്കിയ കിതാബ് കയ്യെഴുത്ത് കോപ്പിയാണ്. അപ്പൊ അവിടെ ഇങ്ങനെ ബി കുറുഹിട്ട് എന്താ സംഗതി ആൾ തിരിഞ്ഞിട്ടില്ല. അപ്പൊ ഇയാളാണ് ബി കുറുഹി എന്ന് വായിച്ചതാണ്. അത് വായിക്കൊള്ളൂ. കാരണം വന്നത് എന്തിനാ? മശായിഖിനെ എതിർക്കാനാ. എന്നാല് ആ കിതാബ് എഴുത്ത് കിതാബ് വ്യക്തമാവാത്ത കിതാബാണെങ്കിൽ ഏതിൽ നിന്നാണ് അക്കിതാബിൽ ഇബാറത്ത് ഉദ്ധരിച്ച് നോക്കണം. അങ്ങനെ കിതാബ് നോക്കല്. അപ്പൊ ആ കിതാബിൽ പറയുന്നുണ്ട് ശറഹു തസ്ഹീലിന്റെ ഇബാറത്താണ്. ശറഹു തസ്ഹീൽ എന്ന് പറഞ്ഞാൽ ഇബ്നു മാലിക്കിന്റെ കിതാബാണ്. ഇബ്നു മാലിക് അതിന്റെ മത്നും ശറഹൊക്കെ ഇബ്നു മാലിക്കാണ്. അപ്പൊ അവിടെ പോയിട്ടൊന്ന് നോക്കുക, ഈ വായിക്കാൻ കിട്ടാത്ത സാധനം എന്താണ്? അപ്പൊ ബി കുറുഹി നല്ല സാധുവോടുള്ളത് ബി കസിറത്തിൻ എന്നാണ്. ബി കസിറത്തിൻ അധികമായി ധാരാളമായി പറയാറുണ്ട് എന്നാണ്. അതാണ് ബി കുറുഹി എന്ന് വായിച്ചത്. അന്ന മുഷാവറയിൽ എടുത്ത സമസ്ത വലിയ സമസ്ത തന്നെ. അപ്പൊ ഞമ്മക്കെതിരെ ഇവിടെ വിധി പറയാൻ പോകണ്ട്. ബി കുറുഹിന്ന് ബി കസിറത്തി. ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ, പണ്ട് ഒരു കുട്ടി മുദരിസ് ഇങ്ങനെ വായിച്ചു കൊടുക്ക ബാദിൻ ഹോമിൻ. അപ്പൊ കുട്ടി ചോദിച്ചു, ഉസ്താദെ ബി ഇദ്ഗാമിന്ന് വായിച്ചാലോ? ശരിക്കും ബി ഇദ്ഗാമിന്നാണ്. അപ്പൊ മൊയിലേര അങ്ങനെയും വായിക്കാം എന്ന് പറഞ്ഞാൽ ഇയാളാണ് വായിച്ചതാ ബി കുറുഹിൻ. ഒന്ന് ചിന്തിച്ചൂടത് ഹദീസല്ലേ? ഹദീസിൽ ഫസാഹത്തെ പറ്റൂ. ഫസാഹത്തിന് മുഹില്ലായ ഭാഷ കൊണ്ട് ആ ഹദീസ് സംസാരിക്കൂല. തറാഹു എന്നിടത്ത് ജസ്മ് വേണ്ട, റഫ് മതി. അത് കസിറത്ത് കൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്, അത് ഹസനാണ്. ഇതാണ് അതിന്റെ മസ്അല. നഹ്വിൽ നിങ്ങൾ നഹ്വ് പറഞ്ഞാലും മആനി പറഞ്ഞാലും മന്തിക്ക് പറഞ്ഞാലും തൽക്കാലം മശായിഖന്മാരെ മക്കളെ മുമ്പിൽ രക്ഷപ്പെടാൻ പോണില്ല. നിങ്ങൾക്ക് ഞങ്ങൾ മീസാന് മുതൽ പഠിപ്പിച്ചു തരും. നിങ്ങളെ മശായിഖിന്റെ മേലില കുതിര കയറാൻ വരുന്നത്. ഒരു തെറ്റിനെ തീർക്കാനാണ് അടുത്ത് വായിച്ച. അതിന്റെ ഗതി ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പൊ ഇനിയെങ്കിലും ഇന്നിപ്പോ ലാസ്റ്റ് പറയുന്നത് ഞാൻ നിർത്താൻ പോവാണ്. വിടൂലങ്ങളെ അങ്ങനെ നിർത്താൻ പറ്റുമത്? അങ്ങോട്ട് പറഞ്ഞോട്ടെ. അപ്പൊ അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ഹക്ക് കാണിച്ചു കൊടുക്കൂല. ഹൃദയം കറുത്തുപോയി. അതുകൊണ്ട് ഈ ഒരൊറ്റ വിഷയം ഇൻഷാ അല്ലാഹ് ആവശ്യമെങ്കിൽ സൗകര്യം പോലെ മറ്റു ചില വിഷയത്തിലേക്കും കടന്ന് ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം. ഒരിക്കലും നടക്കൂല മോനെ. കുടുങ്ങിയത് സാവിയത്ത് സൂഫിയുടെ മുമ്പിലാണ്. പലരും ഇവിടെ നിർത്താൻ നോക്കിയില്ലേ? ഇബിലീസ് മോനൊക്കെ ഇങ്ങനെ മുങ്ങാൻ നോക്കുമ്പോൾ പിടിച്ചങ്ങൾ കൊണ്ടുവരൂലേ? അയക്ക് കൊടുക്കാന്ന് സമയം കിട്ടിയില്ല, ഞാൻ നാളെ വേറെ ലൈവായിട്ട് അയക്ക് കൊടുക്കുന്നുണ്ട്. ഒരൊറ്റ ഒന്നിനും വിടൂല. ഇവിടെ മശായിഖിനെതിരെ കുതിര കയറി വന്നാൽ ഓനെ അറബി അറിയില്ല, മന്തിക്കും അറിയൂല, നെഹു അറിയൂല എന്ന് തെളിയിച്ചിട്ട് ബാക്കി കാര്യം. അതുകൊണ്ട് ഇനിയും പൊട്ടപ്പോഴത്തും പറയരുത്. സൂഫി എന്നത് തന്നെയാണ് അൽ ആലിമു ബില്ലാ. നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഒരു സൂഫിയാണ് അൽ ആലിമു ബില്ലാ എന്നുള്ളത്. സൂഫിന്റെ നിർവചനമാണ് അൽ ആലിമു ബില്ലാ എന്നുള്ളത്. രണ്ടിന്റെയും ഇടയിലുള്ള നിസ്ബ രണ്ടും ഒന്നാണ് എന്നതാണ്. നിങ്ങൾ മുട്ടായി ഉണ്ടാക്കാൻ പോണേതാ? സൂഫി എന്ന് പറയാത്തോലുണ്ട്, അത് പറയൂല എന്നാ പറഞ്ഞത്. അന്നും അവരെ ആര് തന്നെയാണ്? സൂഫി തന്നെയാണ്. അതാണ് സൂഫിന് മുഖറബ് എന്ന അർത്ഥം വെച്ചു കൊടുത്തത്. വസ്സൂഫിയു ഹുവൽ മുഖറബ് എന്ന് ആ അവാരിഫുൽ മആരിഫിൽ തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഈ പറയുന്നൊന്നും ഞങ്ങളുടെ ബലത്തിലല്ല, ഞങ്ങൾക്ക് ഇതിലൊന്നും കഴിയൂല. ഞങ്ങളത് ഉറപ്പിച്ച് വിശ്വസിക്കുക. പക്ഷേ ഞങ്ങളുടെ മശായിഖന്മാർ, ഞങ്ങൾക്ക് ബോധം തരുന്നവർ, ഞങ്ങൾക്ക് വിവരം തരുന്നവർ, അവര് അല്ലാഹു സർവവും കൊടുത്തവരാണ്. ലോകം അതല്ലേ നിങ്ങളോട് ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ ശറഇന്റെ വിഷയത്തിലെ മാതൃക ശംസുൽ ഉലമയാണെങ്കിൽ അസ്ലിയായ റൂഹിയായ ഞങ്ങളുടെ ഷെയ്ഖ് മടവൂരാണ്.
അതാണ് ഞങ്ങളുടെ ഫലം. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അന്നത്തെ മുഴുവൻ വിവരക്കേടുകൾ പറഞ്ഞ ഇത്തരം ആളുകളെ നേരിട്ടപ്പോൾ മഹാനവറുകൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഹാദാ ബിബറകത്തി ശൈഖിനാ, ഹാദാ ബിബറകത്തി ശൈഖിനാ, ഹാദാ ബിബറകത്തി ശൈഖിനാ. അതാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ പറയുന്നു, ഒന്നുകിൽ നിങ്ങൾ നല്ലവർക്ക് വായിക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ നിർത്തി പോവുക. എന്നാൽ ജനങ്ങൾക്കെങ്കിലും നിങ്ങളെ മനസ്സിലാക്കുന്നതിൽ നിങ്ങൾക്ക് ഒഴിവായി കിട്ടും. അതാണ് ഈ വിഷയത്തിന്റെ ഒക്കെ മാനദണ്ഡം. അല്ലാഹു സുബ്ഹാനഹു വ തആല മശായിഖന്മാരുടെ മദദ് എന്നും നമുക്ക് നൽകട്ടെ.